കൊളച്ചേരി പഞ്ചായത്ത് കൃഷിഭവന്റെയും കൊളച്ചേരി പാടശേഖര കമ്മിറ്റിയുടെയും സഹകരണത്തോടെ പാടിയിൽ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു. 4 അംഗങ്ങളടങ്ങുന്ന കർഷക കൂട്ടായ്മയാണ് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് ഇത്തവണ കൃഷി ഇറക്കിയത്. കൊളച്ചേരി പഞ്ചായത്ത് കൃഷിഭവന്റെയും കൊളച്ചേരി പാടശേഖര കമ്മിറ്റിയുടെയും സഹകരണത്തോടെ കൊളച്ചേരി പാടിയിൽ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു. വയലിൽ ഒരേക്കർ സ്ഥലത്ത് ഉമാവിത്താണ് കൃഷി ചെയ്തത്. ശശീന്ദ്രൻ കുന്നാവിൽ, അശോകൻ മടപ്പുരക്കൽ, മഹീന്ദ്രൻ MV, രമണി K എന്നിവരടങ്ങുന്ന 4 അംഗ കർഷക കൂട്ടായ്മയാണ് ഇത്തവണ നെൽകൃഷി നടത്തിയത്. 4 വർഷം മുൻപ് 9 കർഷകരുമായാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയിൽ ഇവിടെ കൃഷി ആരംഭിച്ചത്. കൊളച്ചേരി പാടിയിൽ ഇത് 4ാമത്തെ തവണയാണ് നമ്മൾ കൂട്ടായിട്ടുള്ള ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിട്ട്. ആദ്യം നമ്മൾ 9 പേരുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇപ്പോൾ ഈ പ്രാവശ്യം 4 ആൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 2 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബാങ്കിൻ്റെ ആ നിയന്ത്രണത്തിൽ ഈ കുറേ സ്ഥലങ്ങളിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവരും ചെയ്തില്ല. അതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇപ്രാവശ്യം 1 ഏക്കറിൽ മേലെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. മോശമില്ലാത്തൊരു വിളവാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വളരെ മോശമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും മോശമില്ലാത്ത രീതിയിലുള്ള ഒരിതുണ്ട്. പരമ്പരാഗത രീതിയിലാണ് നമ്മളിപ്പം കൃഷി ചെയ്യുന്നത്. വളവും അതുപോലെ പിന്നെ വിത്തിറക്കുന്നതൊക്കെ നമ്മളെല്ലാം തന്നെയാണ്. അതുപോലെ മൂരുന്നതും നമ്മൾ തന്നെയാണ് ഇപ്രാവശ്യം മൂരുന്നത്. എല്ലാ പ്രാവശ്യം നമ്മൾ തന്നെ മൂരല്. ഈ ഭാഗത്തൊക്കെ ഇപ്പം വണ്ടി വന്നിട്ടാണ് മൂറുന്നത്. പക്ഷേങ്കിൽ ആ സമയത്ത് പുല്ല് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുല്ലൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മൂരുന്നത്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. രാവിലെ നമ്മൾ ഒരു 5-5:30 ആകുമ്പോൾ വയലിലേക്ക് ഇറങ്ങും. ഒരു 10 മണിയോടുകൂടി നമ്മൾ നിർത്തും. പിന്നീട് വൈകുന്നേരം വന്നിട്ട് വീണ്ടും മൂരാൻ. പാടശേഖരം സെക്രട്ടറിയായിരുന്ന കരുണാകരൻ നമ്പ്യാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ കൂട്ടായ്മ ആദ്യമായി കൃഷി നടത്തിയത്. തുടർന്ന് 4 വർഷത്തോളമായി ഇവർ കൃഷി നടത്തുന്നുണ്ട്. ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന യന്ത്രമുപയോഗിച്ചുള്ള കൊയ്ത്തിനു പകരം പരമ്പരാഗതമായ രീതിയിൽ കർഷകർ തന്നെ വയലിലിറങ്ങിയാണ് നെല്ല് കൊയ്തത്. പന്നിയുടെയും മയിലിന്റെയും ശല്യം നേരിടുന്ന പ്രദേശമായിരുന്നതിനാൽ ഇവയെ തുരത്തുന്നതിനാവശ്യമായ സജ്ജീകരണവും വയലിൽ ഒരുക്കിയിരുന്നു. അതിനാൽ ഇവയുടെ ആക്രമം തങ്ങളുടെ കൃഷിയെ മോശമായി ബാധിച്ചിരുന്നില്ലെന്നും പ്രതീക്ഷിച്ച വിളവ് തന്നെയാണ് ഇത്തവണ ലഭിച്ചതെന്നും കർഷകർ പറയുന്നു. ഉമായെന്ന് പറഞ്ഞ വിത്താണ് ഇട്ടിട്ടുള്ളത്. അത് ആദ്യം ദേശം നമുക്ക് മോശമായിട്ട് തോന്നിയേനും പിന്നെ അത് കുറച്ച് നല്ല ഉഷാറായി വന്നു. നമ്മളിപ്പം 4 പേരെ നടത്തുന്നത്. ഒരു 9 ആളുടെയും നമ്മൾ ഒരു 5 ആൾ വിരിഞ്ഞു പോയി 4 പേരെ നമ്മൾ വിടുന്നത്. പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു മോശം കാണുന്നില്ല. അതാണ് നമ്മുടെ എല്ലാവരെയും അഭിപ്രായം. ചൂടുകാലത്തും ജലസേചനം ഉറപ്പാക്കാൻ കഴിഞ്ഞതും കൃഷിക്ക് ഏറെ പ്രയോജനമായി. ഇത്തരത്തിൽ കൂടുതൽ പേർ കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങണമെന്നാണ് ഈ കർഷക കൂട്ടായ്മ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊളച്ചേരി.